കവി പ്രഭാവർമ്മ വിളിച്ചിരുന്നു. ശ്രീ പ്രഭാവർമ്മ, എം ഡി എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? എം ഡി അതെന്തൊരു മനുഷ്യനായിരുന്നു! അത് ഈ 91 വയസ്സിനിടയിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ ക്രിയേറ്റീവ് വർക്കുകളുടെ ബാഹുല്യം. എം ഡി എങ്ങനെയാണ് മണ്ണും മലയാളം ഉള്ളിടത്തോളം കാലം എം ഡിക്ക് മരണം ഉണ്ടാവില്ല, പ്രഭാവർമ്മ? എം ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എം ടിയെ ഒറ്റ വാചകത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് എം ടിയെ മലയാളത്തിന്റെ മനസ്സ് എന്ന് വിശേഷിപ്പിക്കാം. മലയാളത്തിന്റെ മനസ്സാണ് സത്യത്തിൽ അങ്ങ് അണഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിനയൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ആ രംഗത്തെ എടുത്തു നോക്കിയാൽ തന്നെ ഇതിഹാസ കഥാപാത്രങ്ങളെ അങ്ങനെ ഉടച്ചു വാർത്ത് മൗലികതയുള്ള മറ്റൊരു കഥാപാത്ര സൃഷ്ടി നടത്തുന്നതിൽ അസാമാന്യമായ പാഠവുമാണ് എം ടിക്ക് ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഇപ്പൊ രണ്ടാമൂഴം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. മഹാഭാരതത്തിലെ ഭീമനെ കടഞ്ഞ് രണ്ടാമൂഴത്തിൽ എം ടിയുടെ തനതായിട്ടുള്ള ഒരു ഭീമനെ സൃഷ്ടിച്ചത് നമുക്കറിയാം. അവിസ്മരണീയമായിട്ടുള്ള ഒരു ഭീമനായി മാറിയത്. അതായത് വ്യാസൻ പോലും വന്ന് തൊഴുന്ന വിധത്തിലുള്ള ഒരു പുതിയ ഭീമനെ അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാം. ഇതിഹാസങ്ങളുടെ ഫോക്ക് കഥകളുടെ മൗനങ്ങൾ കണ്ടെത്തിയിട്ട് അവയെ സ്വന്തമായ ഒരു ശബ്ദം കൊടുത്ത് വികസിപ്പിച്ച് എടുക്കുന്ന ഒരു രീതി ഒരേ സമയം അത് വളരെ സർഗാത്മകമായിരുന്നിട്ടുണ്ട്, മൗലികവുമായിരുന്നിട്ടുണ്ട്. അത് ഈ പുരാണ ഇതിഹാസങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമൂഴത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോ സിനിമയുടെ കാര്യമാണ് ശ്രീ വിനയൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ തന്നെ നമുക്ക് ഈ ഒരു വ്യത്യസ്തത കാണാൻ പറ്റും. ആ സിനിമയിലെ ചന്തു എന്ന കഥാപാത്രത്തിന്റെ കാര്യത്തില് അതിൽ നമ്മൾ ഇത് തന്നെ കണ്ടു. ആടിപ്പതിഞ്ഞ വടക്കമ്പാട്ടിലെ ചതിക്കുന്ന ഒരു ചന്തു, ആ ചതിക്കുന്ന ചന്തുവിന്റെ ചതി എന്ന ആ ചളി എത്ര ഭംഗിയായിട്ടാണ് എം ടി കഴുകിക്കളഞ്ഞ വായനക്കാരന്റെ മനസ്സിലേക്ക് സ്നേഹത്തിന്റെ ബിംബമാകുന്ന ഒരു കഥാപാത്രമാക്കി ചന്തുവിനെ അവതരിപ്പിച്ചത്. അങ്ങനെ മൗലികത എന്ന് പറയുന്നത് അതാണ്, ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ഭീമനെ ആയാലും ശരി, ചന്തുവിനെ ആയാലും ശരി, അതുവരെ പറയപ്പെട്ട, അതുവരെ എഴുതപ്പെട്ട നിലയിൽ അവതരിപ്പിക്കാൻ ഒരു സാഹിത്യകാരന്റെ ആവശ്യമില്ല. പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ തലത്തിൽ, വ്യത്യസ്തമായ ഒരു ഭാവത്തിൽ ആ കഥാപാത്രം അവതരിപ്പിക്കണമെങ്കിൽ അസാമാന്യമായ സർഗാത്മകത വേണം. അങ്ങനെയുള്ള ഒരു സർഗാത്മകതയാണ് അണഞ്ഞുപോയത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രഭാവർമ്മ, ഈ രണ്ടാമൂഴം തന്നെ എത്രമാത്രം പറയാനുണ്ടാകുമല്ലോ. ഇപ്പോൾ എല്ലാ തരത്തിലും രണ്ടാമതായി പോയ ഭീമൻ, നീയാണ് രാജാവ് എന്ന് പറഞ്ഞ യുധിഷ്ഠിരൻ പിറ്റേ ദിവസം രാജാവാകുന്ന കാണേണ്ടി വരുന്ന ഭീമൻ, ഘടോത്കചൻ മരിച്ചു കിടക്കുമ്പോഴും കർണന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ വാഴ്ത്തുപാട്ട് കേട്ട് സങ്കടപ്പെടുന്ന ഭീമൻ, അങ്ങനെ ഒരു അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു എല്ലാ കാലവും വേറിട്ട് തന്നെ നിൽക്കില്ലേ ലോക സാഹിത്യത്തിൽ, ശ്രീ പ്രഭാവർമ്മ? തീർച്ചയായും സർവശക്തനായ ഒരു കഥാപാത്രമായിട്ടാണ് ഭീമൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ സർവശക്തനായ ഭീമൻ എത്രയേറെ വേദന ഉള്ളിൽ അനുഭവിച്ചു, അവഗണനയുടെ ഒരു തിക്ത ലായിനി എത്ര അദ്ദേഹത്തിന് കുടിക്കേണ്ടി വന്നു എന്നൊക്കെ ഉള്ളതിൽ നമുക്കറിയാം. എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഭീമന്റെ രംഗപ്രവേശം രണ്ടാമൂഴത്തില്. ഇപ്പോൾ സാർവദേശീയ സാഹിത്യത്തിൽ സത്യത്തിൽ ഇതിന് സമാനമായിട്ടുള്ള കൃതികളൊന്നുമില്ല. പക്ഷെ വളരെ നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃതികളൊക്കെ വേണ്ട വിധത്തിൽ പരിഭാഷപ്പെടുത്തപ്പെടുകയോ വേണ്ട വിധത്തിൽ സാർവദേശീയ ഈ സാഹിത്യ ചക്രവാളങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയോ പരിചയപ്പെടുത്തപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ അപേക്ഷിച്ച് എത്രയോ ഇൻഫീരിയർ ആയിട്ടുള്ള കൃതികൾക്ക് ഓരോ വർഷവും നൊബേൽ സമ്മാനങ്ങൾ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഈ എം ടിയുടെ സാഹിത്യത്തിന് ഒന്നും അത് ലഭിക്കാതെ പോയി എന്നുള്ളത് സത്യത്തിൽ ആ പുരസ്കാരങ്ങളുടെ ഒരു തെളിച്ചത്തിനാണ് മങ്ങലേൽപ്പിക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. ലോക സാഹിത്യത്തിൽ തന്നെ പകരം വെക്കാൻ ഒരാളില്ല എം ടിക്ക് പകരം എന്ന രീതിയിൽ പറയാന്. ഇപ്പൊ കേരളത്തിന്റെ സവിശേഷമായ ഒരു കോണ്ടെക്സ്റ്റ് എടുത്താല് ഈ കേരളത്തിന്റെ സാമൂഹിക ചരിത്ര പരിണാമങ്ങളെ, സാമൂഹിക പുരോഗതിയെ ഒക്കെ തന്നെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി സർഗാത്മകമായിട്ട് നമ്മുടെ കേരള ചരിത്രത്തിന്റെ ഒരു ക്രോണോളജി അവതരിപ്പിക്കുകയല്ലല്ലോ ചെയ്തത്. ആ ക്രോണോളജിയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ വ്യക്തി മനസ്സിലും സമൂഹ മനസ്സിലും പ്രതിഫലിച്ചത് എന്നുള്ളത് മൗലികമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നാടുവാഴിത്തത്തിന്റെ തകർച്ച, മരുമക്കത്തായത്തിന്റെ തകർച്ച, മക്കത്തായത്തിന്റെ രംഗപ്രവേശം, ഇതൊക്കെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ആ ഘട്ടത്തിൽ
വലിയ ചലനങ്ങൾ ഉണർത്തിയിരുന്നു. വ്യക്തിബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുകളും മാറ്റങ്ങളും ഉണ്ടാക്കിയിരുന്നു. ആ മാറ്റങ്ങളെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട്, അതായത് കാലത്തെ ഒരു ചരിത്രഘട്ടത്തെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട്, ആ പശ്ചാത്തലത്തിൽ നിന്ന് തനതായിട്ടുള്ള കഥാപാത്രങ്ങളെ, തനതായിട്ടുള്ള ഭാവഭേദങ്ങളെ ഒക്കെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു സവിശേഷമായ സിദ്ധി, അതിന് സമാനമായ സിദ്ധി പ്രകടമാക്കിയ ഒരാളുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ 7 പതിറ്റാണ്ട് കാലത്തെ സാഹിത്യത്തിന്റെ മുഖ്യ ശീർഷകം ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സാഹിത്യത്തിലെ വിവിധങ്ങളായിട്ടുള്ള റണ്ണറുകളുണ്ട്. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ മലയാള സാഹിത്യത്തിന്റെ കേരളീയതയുടെ മുഖ്യ തലക്കെട്ട് എന്ന് പറയാവുന്നത്, മുഖ്യ ശീർഷകം എന്ന് പറയാവുന്നത് NT ആണ് എന്നൊരു നില വന്നത് തന്നെ. ശ്രീ പ്രഭാവർമ്മ, ഒരു കാര്യം കൂടി. ഇപ്പോൾ അതിഗംഭീരമായ നോവലുകൾ എഴുതുക, അതേസമയം തന്നെ അതിമനോഹരമായ അങ്ങേയറ്റം ഹൃദയസ്പർശിയായ ചെറുകഥകൾ എഴുതുക, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശോഭിക്കുക, അപ്പോൾ തന്നെ കാലഘട്ടത്തെ മാറ്റി എഴുതുന്ന സിനിമകൾ സംവിധാനം ചെയ്യുക, ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്യുക, യാത്രാ വിവരണങ്ങൾ എഴുതുക, ബാലസാഹിത്യം എഴുതുക. അങ്ങനെ അദ്ദേഹം സാഹിത്യത്തിൻ്റെ സാംസ്കാരിക ലോകത്തിൽ ഇടപെടാത്ത മേഖലകളൊന്നുമില്ല. യഥാർത്ഥത്തിൽ അമാനുഷികൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അത്ഭുതത്തോടെ നോക്കാവുന്നതല്ലേ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം, അല്ലേ? അത്തരം ആളുകൾ വളരെ ചുരുക്കമല്ലേ? അമാനുഷികത എന്നതിനേക്കാൾ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വിശേഷണം ഒരു വെർസറ്റൈൽ ജീനിയസ് എന്നുള്ളതാണ്. ഉറപ്പായി ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ, അതായത് തൊട്ടതൊക്കെ പൊന്നാക്കുക, അത് അധികം പേർക്ക് സാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹം കഥകൾ എഴുതി, അദ്ദേഹം നോവൽ എഴുതി, അദ്ദേഹം തിരക്കഥ എഴുതി, അദ്ദേഹം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഇതിനൊക്കെ അപ്പുറത്ത് അധികം ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം ചലച്ചിത്ര ഗാന രചന പോലും നിർവഹിച്ചിട്ടുണ്ട്. ആ ഗാനമാണെങ്കിൽ വേറിട്ട് നിൽക്കുന്ന വിധത്തിലാവുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ രംഗത്ത് വേണമെങ്കിൽ തുടരാമായിരുന്നു. പക്ഷെ ആ ഒരു തലത്തിൽ തന്നെ നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സിനിമകളിൽ മറ്റുള്ളവരെ കൊണ്ട് അദ്ദേഹം പാട്ടെഴുതിച്ചു. അദ്ദേഹത്തിന് പാട്ടെഴുതാൻ കഴിയാത്തത് കൊണ്ടല്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിനൊക്കെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അദ്ദേഹം മലയാള ഭാഷയെ എത്രയേറെ സ്നേഹിച്ചിരുന്നു, നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. അങ്ങനെ മനസ്സിന്റെ ഭാഗമായിരുന്നു, മനസ്സിന്റെ ഒരു വേർപെടുത്താനാവാത്ത സത്തയായിരുന്നു അദ്ദേഹത്തിന് ഈ മലയാള ഭാഷയും ഈ കേരളീയതയും. തുഞ്ചൻ പറമ്പിന്റെ കാര്യം തന്നെ എടുത്താൽ, ആ തുഞ്ചൻ പറമ്പിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള ഉയർച്ചയ്ക്ക് ഇതുപോലെ നിർണായകമായ പങ്ക് വഹിച്ച മറ്റൊരാളില്ല. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. ആ പുരസ്കാരത്തുക തുഞ്ചൻ പറമ്പിന്റെ നവീകരണത്തിനും അതിന്റെ വികസനത്തിനും വേണ്ടി അങ്ങ് നീക്കി വെക്കുകയാണ് ചെയ്തത്. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം, ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ മാത്രമല്ല, നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പുരസ്കാരത്തുകകളെല്ലാം തന്നെ അദ്ദേഹം ഈ തുഞ്ചൻ പറമ്പിന്റെ നവീകരണത്തിന് വേണ്ടിയാണ് നീക്കിവെച്ചതെന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെ സ്വാധീനിച്ചിട്ട് അവരുടെ സംഭാവനകൾ വരുത്തി വിദേശത്ത് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന പ്രതിഫലം അത് എൻ്റെ അഡ്രസ്സിലേക്ക് അയക്കണ്ട, എൻ്റെ വ്യക്തിപരമായ അഡ്രസ്സിലേക്ക് അയക്കണ്ട, തുഞ്ചൻ പറമ്പിലേക്ക് അയച്ചാൽ മതി എന്ന് പറയുക. അങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛനെയും തുഞ്ചൻ പറമ്പിനെയും അതിലൂടെ മലയാള ഭാഷയും കേരളീയമായ സംസ്കാരത്തെയും അദ്ദേഹം എന്നും മനസ്സിൽ അങ്ങനെ പ്രതിഷ്ഠിച്ച് വലിയ ഒരു ആരാധനയോടുകൂടി നിന്നു എന്ന് നമുക്കറിയാം. അത് തുഞ്ചൻപറമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഒരു കാലത്ത് തുഞ്ചൻപറമ്പിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡപം, അതുപോലെ ഒരു ചെറിയ ഓഡിറ്റോറിയം ഇത്രയായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് തുഞ്ചൻപറമ്പിനെ ഒരു സാംസ്കാരിക സമുച്ചയമാക്കി ഉയർത്തിയെടുക്കുന്നതിലും ദേശീയ സാഹിത്യോത്സവങ്ങൾക്ക് വരെ അതിനെ ആസ്ഥാനമാക്കി മാറ്റുന്നതിലും ലോകത്തെമ്പാടുമുള്ള എഴുത്തുകാർക്ക് തറവാടാക്കി അതിനെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് ഭാഗത്തു നിന്നുള്ള എഴുത്തുകാരനും അവിടെ വന്ന് താമസിച്ച് രചന നടത്താം. അതുവരെ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി ഒന്നാക്കി തുഞ്ചൻ പറമ്പിനെ അദ്ദേഹം മാറ്റി. അതിന്റെ പിന്നിലുള്ള സത്യത്തിൽ ഈ മലയാള ഭാഷയോടും സംസ്കാരത്തോടുമുള്ള അദ്ദേഹത്തിന്റെ വലിയ അർപ്പണ ബോധമാണ്.